ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മെയ് 1 മുതൽ ATM ഫീസ് വർദ്ധിക്കും. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 2 രൂപ അധികം ഈടാക്കാൻ RBI അനുമതി നൽകി. പതിവായി ATM ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടിയായി റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം. പുതിയ നിരക്ക് വർധന മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ ATMൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും ഉപഭോക്താക്കളിൽ നിന്നും 2 രൂപ വീതം അധികമായി ഈടാക്കും. ATM പരിപാലിക്കുന്നതിനും പ്രവർത്തന സജ്ജമാക്കുന്നതിനുമുള്ള ചെലവും ബാങ്ക് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതിനുള്ള ചെലവും ATM നിരക്കിൽ ഉൾപ്പെടും. നിലവിൽ 21 രൂപയാണ് സൗജന്യ പ്രതിമാസ പരിധി കവിഞ്ഞുള്ള ഇടപാടുകൾക്ക് ഈടാക്കുന്നത്. നിരക്ക് വർധന നടപ്പാക്കുന്നതോടെ സൗജന്യ പരിധി കഴിഞ്ഞ ഓരോ ഇടപാടിനും 23 രൂപ നൽകണം. അതേസമയം സൗജന്യ ATM ഇടപാട് പരിധികളിൽ മാറ്റമില്ലെന്നും RBI അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഇത് ബാധകമാണ്. മെട്രോ നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ ATMൽ നിന്നും പ്രതിമാസം 3 തവണയും മെട്രോ ഇതര നഗരങ്ങളിൽ 5 തവണയും സൗജന്യമായി ഉപഭോക്താക്കൾക്ക് പണം പിൻവലിക്കാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശകളെ തുടർന്നുള്ള RBI പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് ATM നിരക്ക് വർധന നടപ്പിലാക്കുന്നത്. ATM പരിപാലനത്തിനുള്ള വർദ്ധിച്ച ചെലവ് നികത്തുന്നതിന് ബാങ്കുകളും ATM ഓപ്പറേറ്റർമാരും നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിനെക്കുറിച്ച് ആവശ്യമുന്നയിച്ചിരുന്നു. അതേസമയം ചെറുകിട ബാങ്കുകളെ ATM നിരക്ക് വർധനവ് സാരമായി ബാധിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീണ്ടും ഡിജിറ്റൽ സ്ട്രൈക്ക്. 16 പാക് യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച് ഇന്ത്യ. നിരോധനം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം. പ്രകോപനപരവും വർഗീയമായി സെൻസിറ്റീവ് ആയതുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് 63 ദശലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ചാനലുകൾക്കാണ് ഇന്ത്യയിൽ നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം. നിരോധിച്ച പ്ലാറ്റ്ഫോമുകളിൽ ഡോൺ, സമ TV, ARY ന്യൂസ്, ബോൾ ന്യൂസ്, റാഫ്താർ, ജിയോ ന്യൂസ്, സുനോ ന്യൂസ് എന്നീ വാർത്താ ഏജൻസികളുടെ യൂട്യൂബ് ചാനലുകളും ഉൾപ്പെടുന്നു. മാധ്യമപ്രവർത്തകരായ ഇർഷാദ് ഭട്ടി, അസ്മ ഷിറാസി, ഉമർ ചീമ, മുനീബ് ഫാറൂഖ് എന്നിവരുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിട്ടുണ്ട്. ദ പാകിസ്ഥാൻ റഫറൻസ്, സമ സ്പോർട്സ്, ഉസൈർ ക്രിക്കറ്റ്, റാസിനാമ എന്നിവ നിരോധിച്ച ജമ്മു കാശ്മീർ റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ BBC-ക്കും എഴുതിയിട്ടുണ്ട്. നിരോധനം ഏർപ്പെടുത്തിയ ചാനലുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ദേശീയ സുരക്ഷയോ പൊതുക്രമസമാധാനമോ സംബന്ധിച്ച സർക്കാരിന്റെ ഉത്തരവ് കാരണം ഈ ഉള്ളടക്കം നിലവിൽ ഈ രാജ്യത്ത് ലഭ്യമല്ല എന്ന സന്ദേശം ലഭിക്കും. ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയമായി സെൻസിറ്റീവായതുമായ ഉള്ളടക്കം, തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരണങ്ങൾ, തെറ്റായ വിവരങ്ങൾ എന്നിവ ഈ യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് നിരോധനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുഖം മിനുക്കി KSRTC. ലോ ഫ്ലോർ AC ബസ്സിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സൂപ്പർഫാസ്റ്റ് AC ബസ്സിൽ ഇനി യാത്ര ചെയ്യാം. ആദ്യ സർവീസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ. സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ AC ബസ്സുകളാക്കി മാറ്റുന്ന നടപടികൾ ആരംഭിച്ച് KSRTC. സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണ് AC ബസ്സുകളാക്കി മാറ്റുക. വേനൽ ചൂടിൽ യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസമേകുന്നതാകും ഈ നടപടി. ഇത്തരത്തിൽ മാറ്റം വരുത്തുന്ന ആദ്യത്തെ സൂപ്പർഫാസ്റ്റ് AC ബസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് സർവീസ് നടത്തുക. KSRTCയുടെ ചാലക്കുടി വർക്ക്ഷോപ്പിലാണ് ബസ്സിൽ AC സൗകര്യങ്ങൾ കൂട്ടിച്ചേർത്തത്. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സർവീസ് കൊല്ലം, കായംകുളം, ആലപ്പുഴ, വൈറ്റില വഴി ഉച്ചയ്ക്ക് 1:30 എറണാകുളം ബസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. ദിവസവും സർവീസ് ഉണ്ടായിരിക്കും. വൈകിട്ട് 4:15 എറണാകുളം ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9:45 തിരുവനന്തപുരത്ത് തിരികെ എത്തിച്ചേരും. ലോ ഫ്ലോർ AC ബസ്സുകളേക്കാൾ നിരക്ക് കുറവായിരിക്കും ഇതിൽ. സൂപ്പർഫാസ്റ്റ് ബസ് നിരക്കിനേക്കാൾ 10% കൂടുതലാണ് AC ബസ്സിന് ഈടാക്കുന്നത്. AC സംവിധാനത്തെക്കുറിച്ച് യാത്രക്കാർക്ക് മികച്ച അഭിപ്രായമാണുള്ളതെന്ന് അധികൃതർ പറയുന്നു. ഈ സർവീസിന് നല്ല കളക്ഷൻ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ബസ്സുകൾ AC ബസ്സുകളാക്കി മാറ്റുന്നതാണ്. 40 സ്വിഫ്റ്റ് സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ AC സംവിധാനം ഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബസ് AC ആക്കി മാറ്റുന്നതിന് KSRTCക്ക് ഏകദേശം 6 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. കോർപ്പറേഷന് ഇതിൽ നിന്ന് ലാഭമുണ്ടാകണമെങ്കിൽ ബസ്സുകൾ പൂർണ്ണ ശേഷിയിൽ ഓടേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ന് പുറത്തേക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആരംഭിക്കാൻ ടിക്ടോക്ക്. ജപ്പാനിലെ ഓൺലൈൻ ബിസിനസ് രംഗത്തേക്കാണ് ടിക്ടോക്ക് പ്രവർത്തനം വളർത്തുന്നത്. ചൈനീസ് സോഷ്യൽ മീഡിയ ഭീമനായ ടിക്ടോക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജപ്പാനിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്.
യുഎസിന് പുറത്തേക്ക് ബിസിനസ് വളർത്താനുള്ള ടിക്ടോക്കിന്റെ നീക്കത്തിന്റെ സൂചനയാണിത്. മാർച്ചിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിൽ ടിക്ടോക്ക് ഷോപ്പ് ആരംഭിച്ചതോടെ യൂറോപ്പിലുടനീളം തങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിച്ചു. ടിക്ടോക്ക് ഉടൻ തന്നെ ജപ്പാനിലെ വിൽപ്പനക്കാരെ അവരുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പങ്കാളികളാക്കാൻ ക്ഷണിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ടിക്ടോക്ക് ഷോപ്പിൽ ഉപയോക്താക്കൾക്ക് സ്നിക്കേഴ്സ് മുതൽ മേക്കപ്പ് ആവശ്യവസ്തുക്കൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ലൈവ് വീഡിയോകളിലൂടെ വിൽക്കാനും പണം സമ്പാദിക്കാനും കഴിയും. കൂടാതെ പല ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. അതേസമയം യുഎസിന് പുറത്ത് പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന അന്തിമ കരാറിനായി ടിക്ടോക്ക് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എന്നാൽ ചൈനയിലെ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയുള്ള ജനപ്രിയ വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് യുഎസിൽ വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത്. ടിക്ടോക്കിന്റെ പ്രവർത്തനം സംബന്ധിച്ച തീരുമാനത്തിന് കൂടുതൽ സമയമെടുക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനം സെപ്റ്റംബർ അവസാനത്തോടെ എത്തും. ഈ വിറ്റാര വിദേശ വിപണികളെയും ലക്ഷ്യം വെക്കുന്നുവെന്ന് ചെയർമാൻ ആർ.സി. ഭാർഗവ. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാര 2025 സെപ്റ്റംബർ അവസാനത്തോടെ ഇന്ത്യൻ നിരത്തുകളിൽ എത്തും. മാരുതി സുസുക്കിയുടെ 4ാം പാദ ഫലങ്ങൾ പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ ഈ വർഷത്തെ ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്യുമെന്ന് MSIL ചെയർമാൻ ആർ.സി. ഭാർഗവ വെളിപ്പെടുത്തി. അടുത്ത 2 മാസത്തിനുള്ളിൽ മാരുതി ഈ വിറ്റാര ഉൽപ്പാദനത്തിലേക്ക് പ്രവേശിക്കും. ആദ്യത്തെ കുറച്ചു ബാച്ചുകൾ പ്രധാന കയറ്റുമതി വിപണികൾക്കായി നീക്കിവെക്കും. മാരുതി ഈ വിറ്റാര 49 കിലോവാട്ട് അവർ, 61 കിലോവാട്ട് അവർ എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെ ലഭ്യമാകും. ഉയർന്ന സ്പെക് പതിപ്പിൽ 500 കിലോമീറ്ററിലധികം MIDC റേറ്റഡ് റേഞ്ച് ഇലക്ട്രിക് SUV വാഗ്ദാനം ചെയ്യുമെന്ന് കാർ നിർമ്മാതാവ് വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.